ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ പുറകിലെ, അതായത് ഈ ബാക്ക് വശത്തുള്ള ഫാറ്റ് അകറ്റുവാനും അതുപോലെ തന്നെ നമ്മുടെ വയറിലെ കൊഴുപ്പ് റിഡ്യൂസ് ചെയ്യുവാനും സഹായിക്കുന്ന കുറച്ച് വ്യായാമങ്ങളാണ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, ഈ ഭക്ഷണം നമ്മുടെ ശരീരത്തിൽ ദഹനം കഴിയുമ്പോൾ ഇത് ശരീരത്തിൽ ഗ്ലൂക്കോസ് ഉണ്ടാക്കുകയും അതായത് ഷുഗർ ആയിട്ട് കൺവേർട്ട് ചെയ്യുകയും ഈ ഷുഗർ നമ്മുടെ ശരീരത്തിൽ അമിതമായിട്ട് ഇൻസുലിൻ ട്രിഗർ ചെയ്യുകയും ചെയ്യുന്നു. ഈ ഇൻസുലിൻ നമ്മുടെ ശരീരത്തിലെ കോശങ്ങളുമായിട്ട് പ്രതികരിക്കാതിരിക്കുമ്പോഴാണ് നമ്മുടെ ശരീരത്തിൽ ഫാറ്റ് അടിയുന്നത് എന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു. അപ്പോൾ എങ്ങനെ നമ്മുടെ ശരീരത്തിൽ ഈ ഇൻസുലിന്റെ അളവ് കുറയ്ക്കാം, അതുപോലെ ഗ്ലൂക്കോസിന്റെ അളവ് കുറയ്ക്കാം? ഇതിലെ മെയിൻ ടിപ്പ് അന്നജം അടങ്ങിയ ഭക്ഷണങ്ങൾ കുറയ്ക്കുക എന്നതാണ്. ഇതുപോലെ തന്നെ ഏത് സമയവും ഭക്ഷണം കഴിക്കാതിരിക്കുക. അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ്, നമുക്ക് വിശക്കുമ്പോൾ മാത്രം ഭക്ഷണം കഴിക്കുക. നമ്മളിൽ പല ആളുകളും വിശക്കുമ്പോഴല്ല ഭക്ഷണം കഴിക്കുന്നത്. നമ്മൾ വിശക്കുമ്പോൾ മാത്രം ഭക്ഷണം കഴിക്കുന്ന ഒരു ശീലം ഉണ്ടാക്കുക. അല്ലാതെ നമ്മൾ പണ്ട് മുതൽ ആവർത്തിച്ച് വന്ന രാവിലെ, ഉച്ചക്ക്, വൈകിട്ട് ചായ, രാത്രി ഭക്ഷണം, ഇതുപോലെയുള്ളൊരു കൺസെപ്റ്റ് നമ്മൾ ആദ്യം തന്നെ ഒഴിവാക്കണം. നമുക്ക് വിശക്കുമ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ശരീരത്തിൽ അമിതമായിട്ടുണ്ടാകുന്ന ഈ ഗ്ലൂക്കോസും അതുപോലെ തന്നെ ഇൻസുലിനും നമുക്ക് നല്ല രീതിയിൽ കുറച്ചെടുക്കുവാനും അതുവഴി ശരീരത്തിലെ ഫാറ്റും നമുക്ക് കുറയ്ക്കാനും പറ്റും. അതുപോലെ തന്നെ നന്നായിട്ട് വെള്ളം കുടിക്കുക, ഒപ്പം വ്യായാമങ്ങൾ ചെയ്യുക. ഇനി നമ്മൾ കാണുന്ന വ്യായാമങ്ങൾ നിങ്ങൾ എന്നോടൊപ്പം തന്നെ ചെയ്യാൻ ശ്രമിക്കുക. ഈ വ്യായാമങ്ങൾ ശരീരത്തിലെ കൊഴുപ്പ് അകറ്റാൻ നിങ്ങളെ വളരെയേറെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഈ വ്യായാമങ്ങൾ നിങ്ങൾ കണ്ട് അതോടൊപ്പം തന്നെ പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ പ്രാക്ടീസ് ആരംഭിക്കാം. നമ്മൾ നിന്നുകൊണ്ടുള്ള ഒരു പൊസിഷനാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനായി നിങ്ങൾ നിന്ന ശേഷം നിങ്ങൾ കാലുകൾ ഇതുപോലെ സെപ്പറേറ്റ് ചെയ്ത് വെക്കുക. ഒരു 5 ഫുട്ട് ഡിസ്റ്റൻസ് ഇതുപോലെ. ആദ്യത്തെ റൗണ്ട് ഞാൻ കാണിച്ചു തരാം, അതിനുശേഷം നമുക്ക് ഒരുമിച്ച് ചെയ്യാം. അപ്പൊ നമ്മൾ ചെയ്യുന്നത്, നമ്മൾ ഏതെങ്കിലും ഒരു സൈഡിലെ കാല് ഇതുപോലെ ചെരിച്ചു വെക്കുക. അതിനുശേഷം സെയിം സൈഡിലെ കൈ ഇതുപോലെ വെക്കുക. ഇനി ചെസ്റ്റ് ശരിക്കും ഓപ്പൺ ചെയ്ത് കൈ ഇതുപോലെ സ്ട്രെച്ച് ചെയ്യുക. അരക്കെട്ട് മാക്സിമം ഡൗൺ ചെയ്യുക. അതിനുശേഷം കൈ ഇതുപോലെ ക്രോസ് പോലെ കൊണ്ടുവന്ന് ഇനി ഈ കാല് നേരെയാക്കി ഓപ്പോസിറ്റ് കാൽപാദം ചെരിക്കുക. ആ പൊസിഷൻ തന്നെ നമ്മൾ ഓപ്പോസിറ്റ് സൈഡിലേക്കും ഇതുപോലെ സ്ട്രെച്ച് ചെയ്യും. കണ്ടോ? അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ഈ ഒരു പൊസിഷൻ 5 റൗണ്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എന്നോടൊപ്പം ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഇൻസ്ട്രക്ഷൻ ഒരുമിച്ച് കറക്റ്റ് ബ്രീത്ത് ചെയ്ത് ഒരുമിച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ആരംഭിക്കാം. ആദ്യം നിങ്ങൾ കാല് നന്നായിട്ട് സെപ്പറേറ്റ് ചെയ്ത് നിൽക്കുക ഇതുപോലെ. ഇനി 2 കൈയും ഒരു ക്രോസ് പോലെ വെക്കുക. ഇനി വലതുകാല് 90 ഡിഗ്രി ചെരിച്ച് വലത് മുട്ടുകൈ വലത് കാലിൽ വെച്ച് കൈ സ്ട്രെച്ച് ചെയ്ത് മുകളിലോട്ട് നോക്കുക. അരക്കെട്ട് താഴ്ത്തുക. കൈ ക്രോസ് പോലെ കൊണ്ടുവരിക. ഇനി കാല് ചേഞ്ച് ചെയ്യുക. ഇടതുകാൽ ചെരിക്കുക, വലതുകാൽ നേരെയാക്കുക. ഇടത് മുട്ടുകാൽ വളച്ച് ഇതുപോലെ സ്ട്രെച്ച് ചെയ്യുക, മുകളിലോട്ട് നോക്കുക. ഇനി വീണ്ടും കൈ ക്രോസ് ആക്കുക, കാല് ചേഞ്ച് ചെയ്യുക, വലതുകാൽ ചെരിക്കുക. ഇനി വലത് സൈഡിലേക്ക് ബെൻഡ് ചെയ്യുക, മുകളിലോട്ട് നോക്കുക. അപ്പ് ചെയ്യുക, കാല് ചേഞ്ച് ചെയ്യുക, ഇതുപോലെ ചേഞ്ച് ചെയ്യുക. ഇനി ഇടതുവശത്തേക്ക് തിരിയുക, മുകളിലോട്ട് നോക്കുക, അരക്കെട്ട് താഴ്ത്തുക. ഇനി കം ബാക്ക്, കൈ ക്രോസ് ആക്കുക. ഇപ്പൊ 2 റൗണ്ട് ചെയ്തു, നമുക്കൊരു 3 റൗണ്ട് കൂടി ചെയ്യാം. കുറച്ചുകൂടി സ്പീഡിൽ ചെയ്യാം 3 റൗണ്ട്. അപ്പോൾ കൈ ക്രോസ് ആക്കുക, വലത് കാല് ടേൺ ചെയ്യുക. എക്സേൽ, ബെൻഡ് റൈറ്റ് സൈഡ്. ഇൻഹേൽ അപ്പ്, കാല് ചേഞ്ച് ചെയ്യുക. എക്സേൽ, ലെഫ്റ്റ് സൈഡ്, മുകളിലോട്ട് നോക്കുക. ഇൻഹേൽ അപ്പ്, കാല് ചേഞ്ച് ചെയ്യുക. 4ാമത്തെ റൗണ്ട്. ബെൻഡ് ചെയ്യുക, മുകളിലോട്ട് നോക്കുക. ഇൻഹേൽ അപ്പ്, കാല് ചെരിക്കുക, ചേഞ്ച് ചെയ്ത് എക്സേൽ, ലെഫ്റ്റ് സൈഡ്, മുകളിലോട്ട് നോക്കുക. ഇൻഹേൽ അപ്പ്, കാല് ചേഞ്ച് ചെയ്യുക ആൻഡ് ഓപ്പോസിറ്റ് സൈഡ്, റൈറ്റ് സൈഡ്, മുകളിലോട്ട് നോക്കുക. ഇൻഹേൽ അപ്പ്, കാല് ചേഞ്ച് ചെയ്യുക, ലെഫ്റ്റ് സൈഡിലേക്ക് ബെൻഡ് ചെയ്യുക. ഇൻഹേൽ അപ്പ്. അതിനുശേഷം നിങ്ങൾക്ക് റിലാക്സ് ആവാം. പറ്റുമെങ്കിൽ ഈ ഒരു പൊസിഷൻ ഒരു 5 തവണ കൂടി ചെയ്യുക. അതിനുശേഷം റിലാക്സ് ആവാം. നമ്മൾ കിടന്നുകൊണ്ടൊരു പൊസിഷനാണ് ചെയ്യുന്നത്. ഈ ഒരു പൊസിഷൻ
നിങ്ങളുടെ കാലിന്റെ ഫ്ലെക്സിബിലിറ്റി കൂട്ടുവാനും അതുപോലെ തന്നെ കോർ മസിൽസിനെ ടൈറ്റ് ആക്കുവാനും വയറ് കുറയ്ക്കുവാനും നല്ലൊരു പൊസിഷനാണ്. അപ്പോൾ ആദ്യത്തെ റൗണ്ട് ഞാൻ കാണിച്ചു തരാം. നമ്മൾ ചെയ്യാൻ പോകുന്നത് കാലുകൾ അടുപ്പിച്ച് വെക്കുക. ഇനി നിങ്ങൾ ഒരു കാല് അപ്പ് ചെയ്ത് 2 കൈകളും ഇതുപോലെ ഉയർത്തിപ്പിടിക്കുക. ഇനി ശ്വാസം വിട്ടുകൊണ്ട് തല അപ്പ് ചെയ്യുക ആവുന്നത്ര. അതിനുശേഷം ഡൗൺ ചെയ്യുക, കാല് ചേഞ്ച് ചെയ്ത് അപ്പ് ചെയ്യുക, ഡൗൺ ചെയ്യുക. നമ്മൾ ഇതുപോലെയാണ് ചെയ്യുന്നത് ഒരു 5 റൗണ്ട്. അതിനുശേഷം റിലാക്സ് ആവാം. നിങ്ങൾക്ക് ആവുന്നത്ര അപ്പ് ചെയ്യാൻ നോക്കുക. ഞാൻ ബിഗിനേഴ്സിന്റെ ചെയ്യുന്ന ഒരു സ്റ്റൈലിലാണ് ചെയ്യുന്നത്, അധികം അപ്പ് ചെയ്യുന്നില്ല. അപ്പൊ നമുക്ക് ആരംഭിക്കാം. ഒരുമിച്ച് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെയാണ് ബ്രീത്ത് ചെയ്യേണ്ടത് എന്നുകൂടി മനസ്സിലാവും. നിങ്ങൾ മാറ്റിൽ കിടക്കുക. നമുക്ക് ആരംഭിക്കാം. ഇനി വലതുകാൽ ഉയർത്തുക, 2 കൈകളും അപ്പ് ചെയ്യുക. എക്സേൽ, ഹെഡ് അപ്പ്, ചെസ്റ്റ് അപ്പ്, ഡൗൺ. ഇൻഹേൽ, ഡൗൺ. ഇനി ലെഫ്റ്റ് ലെഗ് അപ്പ് ചെയ്യുക, റൈറ്റ് ലെഗ് ഡൗൺ ചെയ്യുക. എക്സേൽ, ഹെഡ് അപ്പ്, ചെസ്റ്റ് അപ്പ്. ഇൻഹേൽ, ഡൗൺ. കാൽ ചേഞ്ച് ചെയ്യുക. എക്സേൽ, ഹെഡ് അപ്പ്, ചെസ്റ്റ് അപ്പ്. ഇൻഹേൽ, ഡൗൺ. കാല് ചേഞ്ച് ചെയ്യുക. എക്സേൽ, ഹെഡ് അപ്പ്, ചെസ്റ്റ് അപ്പ് ആൻഡ് ഡൗൺ. നിങ്ങൾക്ക് കാല് നിലത്ത് മുട്ടിക്കാതെ ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യുക, കൂടുതൽ സ്ട്രോങ് ആണ്. എക്സേൽ, ഹെഡ് അപ്പ്, ചെസ്റ്റ് അപ്പ്. ഇതുപോലെ കാല് നിലത്ത് മുട്ടിക്കാതെ. ഇൻഹേൽ, ഡൗൺ. കാല് ചേഞ്ച് ചെയ്യുക. എക്സേൽ, ഹെഡ് അപ്പ്, ചെസ്റ്റ് അപ്പ്. ഇൻഹേൽ, ഡൗൺ. 2 റൗണ്ട് കൂടി. കാൽ ചേഞ്ച് ചെയ്യുക. എക്സേൽ, ഹെഡ് അപ്പ്, ചെസ്റ്റ് അപ്പ്. ഇൻഹേൽ, ഡൗൺ. കാൽ ചേഞ്ച് ചെയ്യുക. എക്സേൽ, ഹെഡ് അപ്പ്, ചെസ്റ്റ് അപ്പ്. ഇൻഹേൽ, ഡൗൺ. കാൽ ചേഞ്ച് ചെയ്യുക. ലാസ്റ്റ് റൗണ്ട്. എക്സേൽ, ഹെഡ് അപ്പ്, ചെസ്റ്റ് അപ്പ്. ഇൻഹേൽ, ഡൗൺ. കാൽ ചേഞ്ച് ചെയ്യുക. എക്സേൽ, ഹെഡ് അപ്പ്, ചെസ്റ്റ് അപ്പ്. ഇൻഹേൽ, ഡൗൺ. നമ്മളിപ്പോൾ 5 റൗണ്ടാണ് ചെയ്തത്. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഈ ഒരു പൊസിഷൻ ഒരു 5-10 റൗണ്ട് കൂടി ചെയ്യാൻ ശ്രമിക്കുക. ഇത് കോർ മസിൽസിന് നല്ലൊരു പൊസിഷനാണ്. നിങ്ങൾക്ക് ആവുന്നത്ര ചെയ്യുക. അതിനുശേഷം റിലാക്സ് ആവാം.